അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, മദ്രസ ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 1-ാം ക്ലാസ്സിൻ്റെ കഴിഞ്ഞ അർദ്ധവാർഷിക പരീക്ഷയിൽ വന്ന ചോദ്യപേപ്പർ ഒന്ന് പരിശോധിച്ച് നോക്കാം നമുക്ക് കേട്ടോ. 1-ാം ക്ലാസ്സിൽ 3 പരീക്ഷകളാണ് ഉണ്ടാവുക. 1 ദുറൂസുൽ ഇസ്ലാം, 2 കിതാബത്ത്, 3 തഫ്ഹീമുൽ ഖിറാഅ. 3 വിഷയങ്ങളാണ് ഉണ്ടാവുക കേട്ടോ. നമുക്ക് ഒരു പുസ്തകമാണ് ഉള്ളതെങ്കിലും ആ ബുക്കിനെ അടിസ്ഥാനമാക്കിയാണ് ഈ 3 വിഷയങ്ങളും പരീക്ഷ ഉണ്ടാവുന്നത്. 3 പേപ്പർ പരീക്ഷകളും 6 ബുക്കിനെ അടിസ്ഥാനമാക്കിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ദുറൂസുൽ ഇസ്ലാം നോക്കാം. ദുറൂസുൽ ഇസ്ലാം ആകെ 100 മാർക്കിനാണ് പരീക്ഷ ഉള്ളത്. 1 ഉത്തരം പറയുക എന്ന ചോദ്യമാണ് ആദ്യം ഉള്ളത്. പിന്നെ ബാക്കി ചൊല്ലുക എന്നുള്ളതാണ്, പൂരിപ്പിക്കാനുള്ള രൂപത്തിലുള്ള ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഉത്തരം പറയുക. 1 ഇസ്ലാം കാര്യം എത്ര എന്നതാണ് ചോദ്യം. ദുറൂസുൽ ഇസ്ലാമിൽ ചില പാഠങ്ങൾ അക്ഷരങ്ങൾ പഠിപ്പിക്കണ അല്ലാത്ത ചില പാഠങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് 3-ാമത്തെ ഒരു പാഠം ഉണ്ടായിരുന്നു, അർക്കാനുൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഒരു ബൈത്തുള്ളൊരു പാഠം ഉണ്ടായിരുന്നു അല്ലേ. ആ പാഠഭാഗത്തു നിന്നാണ് ഈ ചോദ്യം. അതുപോലത്തെ പാഠഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഒരു പേപ്പറിൽ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരിക കേട്ടോ. അപ്പം 1 ഇസ്ലാം കാര്യം എത്ര എന്നത് നമ്മൾ ആ പാട്ടിൽ പഠിച്ചിട്ടുണ്ട്. ഇസ്ലാം കാര്യം അഞ്ചല്ലേ, അഞ്ചും അറിയൽ ഫർളല്ലേ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 5 എന്നാണ് ഉത്തരം. അത് നമ്മൾ അവിടെ പറയാണ്. ഉസ്താദ് ഈ ചോദ്യം ചോദിക്കുകയാണ് ചെയ്യുക കുട്ടികളോട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക കേട്ടോ. 2-ാമത്തെ ചോദ്യം, ഭക്ഷണം കഴിച്ചു തീർന്നാൽ എന്തു പറയണം? ഇതൊക്കെ നമുക്ക് പാഠത്തിൽ നോക്കാതെ തന്നെ അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഇത് നമ്മുടെ 19-ാമത്തെ പാഠത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താ ചൊല്ലേണ്ടത്? അൽഹംദുലില്ലാ എന്ന് ചൊല്ലണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ പരിസരങ്ങളിലുള്ള മറ്റു ഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇത് മദ്രസയിൽ കുട്ടികൾ കൈയും വായും കഴുകിയ ശേഷം ഇരുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി കഴിച്ചു കഴിഞ്ഞവർ അൽഹംദുലില്ലാ ചൊല്ലി എഴുന്നേറ്റ് കൈയും വായും കഴുകി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടത്, ഭക്ഷണം കഴിക്കണം തുടങ്ങുമ്പോൾ എന്താ ചൊല്ലേണ്ടത്, ശേഷം എന്ത് ചൊല്ലണം, ശേഷം എന്ത് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളോടും ഈ കൂട്ടത്തിൽ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയണമെന്നാണ് ഇതിൻ്റെ ഉത്തരം. 3-ാമത്തെ ചോദ്യം, ഈമാൻ കാര്യങ്ങൾ എത്രയാണ്? ഇത് നമ്മളെ 15-ാമത്തെ പാഠത്തു നിന്നുള്ള ചോദ്യമാണ്. അർക്കാനുൽ ഈമാൻ എന്ന പാഠത്തിൽ ബൈത്തുകൾ ഉണ്ടായിരുന്നു. ആ ബൈത്തിൽ പറയുന്നുണ്ട് ഈമാൻ കാര്യം 6 ആണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ 6 എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. കൂട്ടത്തിൽ നമ്മൾ ആ ബൈത്തിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ഈമാൻ കാര്യം 6 ആണ്, 6ഉം അറിയൽ ഫർളാണ് എന്ന വരിയിലാണ് ഈമാൻ കാര്യം 6 ആണെന്ന് പറയുന്നത്. അതിൻ്റെ ശേഷം പറയുന്ന ബൈത്തുകളൊക്കെ നമുക്ക് പഠിച്ചു വെക്കാനുള്ളതാണ്. കാരണം താഴെ ചോദ്യമുണ്ട്. പിന്നെ ഈ വർഷത്തെ ചോദ്യം എങ്ങനെയാണെങ്കിൽ ഇത് കഴിഞ്ഞ വർഷം നടന്ന ചോദ്യമാണ്. ഈ വർഷം എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ പാഠം മുഴുവൻ പഠിച്ചു വെക്കണം. ഇനി അടുത്ത ചോദ്യം, 4-ാമത്തെ ചോദ്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൂതനാണ് ആരുടെ? ഈ ചോദ്യം വരുന്നത് നമ്മുടെ 11-ാമത്തെ പാഠത്തിൽ നിന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന പാഠത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് കലിമ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പറയുന്നുണ്ട് അല്ലാഹു തആല, അല്ലാഹു അല്ലാത്ത ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു പറയുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു പറയുന്നു. അവിടെ പറയുന്നുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ്. അപ്പോൾ അള്ളാഹു എന്നാണ് ഉത്തരം എഴുതേണ്ടത്, ഉത്തരം പറഞ്ഞു കൊടുക്കേണ്ടത് കേട്ടോ. ഇനി 5-ാമത്തെ ചോദ്യം, നോമ്പ് നോൽക്കുന്ന മാസം ഏതാണ്? നോമ്പ് നോൽക്കുന്ന മാസം ഏതാ? ഇത് നമ്മൾ അർക്കാനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പാഠത്തിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. 3 പുണ്യ സക്കാത്തല്ലേ, 4 റമളാൻ നോമ്പല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പം റമളാനിലാണ് നോമ്പ് എന്ന് ആ പാഠത്തിൽ പറയുന്നുണ്ട്. അപ്പം റമളാൻ എന്നാണ് ഉത്തരം പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യങ്ങൾ ബാക്കി ചൊല്ലാനുള്ളതാണ്. അപ്പം ഒരു ബൈത്തുകളുടെ കുറഞ്ഞ ഭാഗം അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളുടെ കുറഞ്ഞ ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് കുട്ടികൾ ഉസ്താദിന് ചൊല്ലിക്കൊടുക്കണം. അപ്പോൾ 6-ാമത്തെ ചോദ്യം, 3 പുണ്യ സക്കാത്തല്ലേ എന്നവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അടുത്ത വരി നമ്മൾ ചൊല്ലിക്കൊടുക്കണം. എന്താണത്? 4 റമളാൻ നോമ്പല്ലേ എന്ന് നമ്മൾ ചൊല്ലിക്കൊടുക്കണം. ഇനി 7-ാമത്തെ ചോദ്യം, 2 5 സ്വലാത്തല്ലേ. അതിൻ്റെ ബാക്കി എന്താണ്? 3 പുണ്യ സക്കാത്തല്ലേ എന്നാണ് അതിൻ്റെ ബാക്കി. അപ്പോൾ നമ്മൾ ആ പദ്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ശരിക്കും മനസ്സിലാക്കി വെക്കണം. ഇനി 8-ാമത്തെ ചോദ്യം,
നമ്മൾ നേരത്തെ പറഞ്ഞ പാഠത്തിൽ നിന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന 11ാമത്തെ പാഠത്തിൽ പറഞ്ഞതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ബാക്കി അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയാണത്. അപ്പോൾ അത് നമ്മൾ ഉസ്താദിന് പറഞ്ഞു കൊടുക്കണം. പിന്നെ 9ാമത്തത് റബ്ബിൻ കുത്തുബിലെ വിശ്വാസം. ഇത് നമ്മൾ ഈമാൻ കാര്യം പറഞ്ഞ ആ പാഠത്തിലുള്ളതാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ബാക്കി? റബ്ബിൻ കുത്തുബിലെ വിശ്വാസം ഈമാൻ കാര്യമിൽ 3 അപ്പം ഇവിടെ ചോദിച്ചത് ഇത്ര കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ബൈത്തുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി 10ാമത്തെ ചോദ്യം അന്ത്യദിനത്തിലെ വിശ്വാസം എന്നതാണ് ചോദ്യം. അതിൻ്റെ ബാക്കി എന്താണെന്ന് നമ്മൾ പാടിക്കൊടുക്കണം. അന്ത്യദിനത്തിലെ വിശ്വാസം ഈമാൻ കാര്യമിലഞ്ചാണ് എന്നതാണ് ഇതിൻ്റെ ബാക്കിയുള്ളത്. അപ്പോൾ ഈ പാഠത്തിൽ ഈ ചോദ്യത്തിലുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ആ ബൈത്ത് മുഴുവൻ കുട്ടികളോട് പഠിപ്പിക്കണം നമ്മൾ ഇൻഷാ അല്ലാഹ്. ഇത്രയും കാര്യമാണ് ദുറൂസിൽ ചോദിച്ച കാര്യങ്ങൾ. ഇനി നമുക്ക് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതല്ലാത്ത പാഠത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അതായിരിക്കും ദുറൂസ് എന്ന ഒരു പേപ്പറിൽ കുട്ടികളോട് ചോദിക്കാനുണ്ടാവുക. അടുത്തത് കിതാബത്ത് എന്ന ഒരു പേപ്പറായിരിക്കും. അതിൽ കേട്ടെഴുത്തുണ്ട്, അതുപോലെ കണ്ടെഴുതാനുള്ളതുണ്ട്, നോക്കി എഴുതാനുള്ളതുണ്ട്. അപ്പം കേട്ടെഴുത്തിൻ്റെ ഭാഗത്തുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. താഴെ കൊടുത്ത ഓരോ വാക്കുകളും പറഞ്ഞു കൊടുത്ത് കുട്ടികളെ കൊണ്ട് സ്ലേറ്റിലോ നോട്ട് പുസ്തകത്തിലോ എഴുതിക്കുക. ഉസ്താദ് ഈ താഴെ പറഞ്ഞ ഭാഗങ്ങളൊക്കെ പറയും, അത് കുട്ടികൾ എഴുതി കൊടുക്കണം ഉസ്താദിന്. കേട്ടെഴുത്ത് ആദ്യം നടത്തണം. അതിനുശേഷം ഈ ചോദ്യ പേപ്പർ കുട്ടികൾക്ക് നൽകി മറുഭാഗത്തുള്ളവ എഴുതിക്കണം. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് എന്ത് ചെയ്യണം? കുട്ടികൾ നോക്കി എഴുതും വേണം. അപ്പോൾ ആദ്യം ഉസ്താദ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയും, അത് കുട്ടികൾ കേട്ട് എഴുതണം. അതിനുശേഷം ഈ ഭാഗത്തുള്ളത് മറുഭാഗത്തുള്ളത് കുട്ടികൾ നോക്കി എഴുതാണ് വേണ്ടത്. അപ്പം കേട്ട് എഴുതാനുള്ളത് ബ, ജു, ദി, സുൻ. ഇത് ഓരോ അക്ഷരങ്ങളാണ്. ഓരോ അക്ഷരങ്ങൾക്കും 2 മാർക്ക് വീതമാണുള്ളത്. അടുത്തത് റുസ്, അബുൻ, തുബ്, ജുദ്. അടുത്തത് ഇബറുൻ, സജദ, സുബിത. അടുത്തത് ഖാസിറുൻ, ബഷീറുൻ, തൂരിദു. അപ്പോൾ ഇതൊക്കെ ഉസ്താദ് പറയും, അത് കുട്ടികൾ കേട്ട് എഴുതണം. ഇനി മറുപുറത്തുള്ളത് നോക്കി എഴുതാനുള്ളതാണ്. ഓരോ ബോക്സിൽ ഓരോ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. 1ാമത്തെ ചോദ്യത്തിൽ അടുത്ത വരിയിലായിട്ട് ഓരോ കാലി ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. ആ ബോക്സുകളിലേക്ക് ആ അക്ഷരങ്ങൾ എടുത്ത് എഴുതുക, നോക്കിയിട്ട് അതുപോലെ എഴുതുക. അടുത്തത് അങ്ങനെ ഓരോ 2 അക്ഷരങ്ങളുള്ള വാക്കുകളാണ്. ജുദ്, സിർ, അബുൻ, ബസ്, ഹജ്ജുൻ. ഈ കാര്യങ്ങൾ അതിൻ്റെ താഴെയുള്ള കോളങ്ങളിലേക്ക് എഴുത്തെഴുതാണ് വേണ്ടത്. 3ാമത്തത് സബത, ഹജറുൻ, സുബ്ഹുൻ, ബർദുൻ. അത് അതിൻ്റെ താഴെയുള്ള കള്ളിയിലേക്ക് നോക്കി എഴുതുക. അടുത്തത് തായിബുൻ, ഹുസൂറുൻ, നസീബുൻ. അത് അതിൻ്റെ താഴെയുള്ള കള്ളിയിലേക്ക് നോക്കി എഴുതുക. ഇനി പിന്നെയുള്ള ചോദ്യങ്ങൾ അക്ഷരങ്ങൾ ചേർത്ത് എഴുതാനാണ്. അപ്പോൾ അവിടെ നമുക്ക് 3-4 അക്ഷരങ്ങൾ ഒറ്റയായിട്ട് തന്നിട്ടുണ്ടാവും. അത് കൂട്ടി എഴുതാണ് വേണ്ടത്. അതിനൊരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. റളിയത്ത് എന്ന് കൂട്ടി എഴുതിയ ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെയുള്ള 3 ചോദ്യങ്ങളാണ്. ഓരോ അക്ഷരങ്ങൾ വിട്ട് പിരിച്ച് എഴുതിയിട്ടുണ്ട്. അതിനെ ആ വലിയ ബോക്സിൽ നമ്മൾ കുട്ടികൾ കൂട്ടി എഴുതണം. അപ്പോൾ ഹസീബുൻ എന്ന് ഇവിടെ കൂട്ടി എഴുതണം, ഹസൂറുൻ എന്ന് കൂട്ടി എഴുതണം, സഹുബത്ത് എന്ന് കൂട്ടി എഴുതണം. അപ്പോൾ ഇത്രയാണ് കിതാബത്തിൻ്റെ വിഷയത്തിലുള്ളത്. ഇനി അടുത്തൊരു പേപ്പറുള്ളത് തഫ്ഹീമുൽ ഖിറാഅ എന്നതാണ്. തഫ്ഹീമുൽ ഖിറാഅയുടെ 1ാമത്തെ ഭാഗം നമുക്ക് നോക്കാം. യോജിച്ച പേരുകൾ പറയുക എന്നതാണ്. അവിടെ കുറച്ച് കാര്യങ്ങളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അവയുടെ പേരുകൾ ഇങ്ങേ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അത് നേരെ യോജിച്ചതല്ല, അത് യോജിച്ചതുമായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ യോജിച്ചത് പറയണം. അപ്പോൾ ഉസ്താദിന് പറഞ്ഞു കൊടുക്കുകയായിരിക്കും വേണ്ടത്. അപ്പോൾ അവിടെ മേലെ ഒരു ഫോട്ടോ ഉണ്ട്, ഒരു ചന്ദ്രൻ്റെ ഫോട്ടോ ഉണ്ട്. അതിനെന്താണ് പറയുക? അപ്പോൾ കുട്ടികൾ ബദറുൻ എന്ന് പറഞ്ഞു കൊടുക്കണം. 2ാമത് എന്താ ഉള്ളത്? പഴങ്ങളുടെ ഫോട്ടോ ആണുള്ളത്. അപ്പോൾ കുട്ടികൾ സമറുൻ എന്ന് പറഞ്ഞു കൊടുക്കണം. 3ാമത്തത് കയറിൻ്റെ ഫോട്ടോ ആണുള്ളത്. അപ്പോൾ കുട്ടികൾ ഹബലുൻ എന്ന് പറഞ്ഞു കൊടുക്കണം. 4ാമത്തത് ബക്കറ്റിൻ്റെ ഫോട്ടോ ഉള്ളത്. അതിന് ദൽവുൻ എന്ന് കാണിച്ചു കൊടുക്കണം. പിന്നെ കാരക്കയുടെ ഫോട്ടോ ഉള്ളത്. അതിന് തമ്രുൻ എന്ന് പറഞ്ഞു കൊടുക്കണം. ഇത്രയും കാര്യമാണ് അവിടെ ചെയ്യാനുള്ളത്. അതിൻ്റെ താഴെയുള്ളത് അക്ഷരങ്ങളുടെ പേര് പറയാനാണ്.
അപ്പോൾ 4 അക്ഷരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്വാദ്, സായ്, ഹാ, ദാല്. ഈ അക്ഷരങ്ങൾ കുട്ടികൾ ഉസ്താദിന് പറഞ്ഞു കൊടുക്കണം. ഇനി അടുത്ത ചോദ്യം, സ എന്ന അക്ഷരത്തിന് മുകളിൽ വട്ടം വരയ്ക്കാനാണ്. ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. മസലുൻ എന്നതിലെ സാക്ക് ചുവന്ന നിറത്തിൽ അവിടെ വട്ടം വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഇതിലൊക്കെ അതുപോലെ സ എന്ന അക്ഷരം എവിടെയാണോ ഉള്ളത് അവിടെ വട്ടം വരയ്ക്കണം. അപ്പോൾ ഹുബ്സുൻ, സമറുൻ, വസ്ബുൻ, ഹൈസു, അതിലൊക്കെ സ എന്ന അക്ഷരത്തിന് വട്ടം വരച്ച് കൊടുക്കുക. പിന്നെ അടുത്തതിലുള്ളത് ഹ എന്ന അക്ഷരത്തിന് ചതുരം വരച്ച് കൊടുക്കാനാണ്. ഖുഷ്ബുൻ, അഹുൻ, ഖബറുൻ, നഖ്ലുൻ, ഉഖ്തുൻ, ഷൈഖുൻ, ഇതിലൊക്കെ ഹ എന്ന അക്ഷരത്തിന് ചതുരം വരച്ച് കൊടുക്കുക. ഇനി ചീമ എന്ന അക്ഷരം അവിടെ കൊടുത്തിട്ടുള്ളത്, അതിനൊക്കെ വട്ടം വരച്ച് കൊടുക്കുക. പച്ച, അടച്ചു, ചാരി, ചക്ക, ചീര, ചൂടി. അപ്പോൾ അതിലെ ച എന്ന അക്ഷരത്തിനൊക്കെ വട്ടം വരച്ച് കൊടുക്കുക. പിന്നെ ഉള്ളത് നോക്കി വായിക്കാനാണ്. അവിടെ താഴെ കുറേ അക്ഷരങ്ങളും പദങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കി വായിച്ചു കൊടുക്കണം. ജു, ദി, സ, സി, തുൻ. പിന്നെ ജുഷ്, ബിദ്, ഖുസ്, ബിത്, സിർ. പിന്നെ ഉഖൈദ, സിത്റുൻ, ഷുർബുൻ. പിന്നെ ഹുഷൂറുൻ, തായിബുൻ, തസീറു. ഇത്രയും കാര്യങ്ങളാണ് 1-ാം ക്ലാസ്സിൽ കഴിഞ്ഞ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് ഇത്തരം രൂപത്തിലൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്ന് മനസ്സിലാക്കുക. നമ്മൾ പ്രധാനമായിട്ടും ദുറൂസുൽ ഇസ്ലാമിൽ എന്ന പേപ്പറിൽ നമ്മുടെ പുസ്തകത്തിലെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതല്ലാത്ത പാഠങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാണാതെ പഠിക്കാനുള്ള ഭാഗങ്ങളൊക്കെ കാണാതെ പഠിപ്പിച്ചു കൊടുക്കുക കുട്ടികൾക്ക്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.